ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴി പറഞ്ഞുതരാം. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ടാണ്. നമ്മുടെ ആലപ്പുഴക്കാർക്ക് ഇതൊരു വലിയ സംഭവമായിട്ട് തോന്നത്തില്ലായിരിക്കും, എങ്കിലും നമ്മളൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗ്. നമ്മൾ സൈക്കിളിലാണ് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് പോകുന്നത്. ഏതാണ്ട് 8 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ആലപ്പുഴ ബീച്ചിലോട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രാവിലെ തന്നെ ഒരു 10-16 കിലോമീറ്റർ ഞങ്ങൾ സൈക്കിളിൽ ഓടാം. അപ്പോൾ സൈക്കിളിലിരുന്ന് കൊണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അവൻ ചവിട്ടുന്ന ഞാൻ എൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ആ ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. വളവിലേക്ക് വരുമ്പോൾ മൊബൈൽ ഷെയ്ക്കിങ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക. പിന്നെ നമ്മൾ ഇത്രയും നാളും വീഡിയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക്, പിന്നെ ഇലക്ഷൻ്റെ സോങ് ഇട്ട് വണ്ടിയൊക്കെ അതുവഴി വരുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയിൽ ആ സൗണ്ട് ഇടയ്ക്ക് കയറി വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോൾ പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയൊരു മൈക്ക് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ വന്നിട്ട് ചെയ്യാമെന്നും പറഞ്ഞിരുന്നുകൊണ്ടാണ് നമ്മൾ പിന്നെ കുറേ നാൾ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ മൈക്കൊക്കെ വന്നു 2 ദിവസമായി. പിന്നെ കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ബീച്ചിലോട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകാം. ഗായ്സ്, ഇതാണ് ഞാൻ പഠിക്കുന്ന ഞങ്ങളുടെ സ്കൂൾ, അറവുകാട് ഹൈസ്കൂൾ. ഗായ്സ്, നമ്മുടെ സ്കൂള് ഗായ്സ്, നിങ്ങളപ്പോൾ നമ്മുടെ ആലപ്പുഴ കളർ റോഡിലെ റിലയൻസ് മോള് കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നിങ്ങൾക്ക് റിലയൻസ് മോള് കാണാം. ചവിട്ടി വിടുവിച്ചു. അയ്യോ, പയ്യ പോടാ, കൊല്ലല്ലേ. നമ്മുടെ സ്ഥാപിത ഫ്രണ്ടിൽ പോട്. സ്ഥാപിത് സ്പോട്ടഡ്. കാണുന്നതാണ് റിലയൻസ് മോൾ. വലിയ തിരക്കൊന്നും ഇല്ല. അവിടുത്തെ ജോലിക്കാരല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. നമുക്ക് പോവാം. നമ്മൾ ഈ ഷോർട്ട് കട്ട് അടിച്ച് പോകാൻ പോവാം. ഗായ്സ്, ആ കാണുന്നതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ്. അണ്ടർ വർക്കാണ്, പണി കഴിഞ്ഞിട്ടില്ല.
ചെറുക്കൻ ഹാൻഡിൽ നേരെ പിടിയടാ. എനിക്കിട്ട് അനക്കാതെ കണ്ടോ, നീ തെക്കോട്ട് മടക്കോട്ട് അനക്കും. ആ ബൈപ്പാസിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബൈപ്പാസിൽ കൊണ്ട് ട്രിപ്പ് അടിക്കുന്നതായിരിക്കും ഓപ്പൺ ആയതിനു ശേഷം. ഗൈസ് ഇവൻ ശരിയല്ല, ഇവൻ ചുമ്മായിട്ട് അനക്കി നമ്മുടെ ക്യാമറയുടെ സ്റ്റെബിലിറ്റി. സൈക്കിളാണ്. അയ്യോ വീണേ പോന്നറേ പോയത്. ഗൈസ് നമ്മളങ്ങനെ ഏകദേശം ബീച്ചിനവിടെ എത്തിയിട്ടുണ്ട്. ഇതാ അവിടെ തൊട്ടടുത്ത് ആ വീടിൻ്റെയൊക്കെ അവിടെ പുറകെ ബീച്ചാണ്. നമുക്കപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ ഏകദേശം മുമ്പോട്ട് ചവിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ ബീച്ച് എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത്. ഇവിടെയൊക്കെ കടലാണ്, എന്നാലും നമുക്ക് കറക്റ്റ് നമ്മളെല്ലാവരും പോയി ഇരിക്കുന്ന സ്ഥലമൊക്കെ എത്തണമെങ്കിൽ കൊണ്ടോട്ട് പോകണം. എനിക്ക് ആലപ്പുഴയിലെ കടൽപ്പാലമൊക്കെ കാണിച്ചു തരാം. കോട്ടയം വണ്ടിയിലെ കോട്ടയം അല്ല പടിഞ്ഞാട്ടെ. ഇപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. കാണാനുണ്ടെന്ന് അറിയില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. നമ്മളെ പെൺപിള്ളേരെ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയും ഗൈസ്, അതുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി. ഇത് നമ്മുടെ ആലപ്പുഴ ബീച്ച് ആണ്, നമ്മുടെ പാലം, ആലപ്പുഴ പാലം. ഇതുടനെ പണിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ പേര് ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതാണ്ടേ ബൈപ്പാസിൻ്റെ പണി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ്. നമ്മളെ ബൈപ്പാസ് വഴി പോകുമ്പോൾ ബീച്ചിലെ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് അങ്ങ് പോകാം. പിന്നെ ഇവിടെ കുറേ പേര് ഓടാനും ചാടാനൊക്കെ ആയിട്ട് വേണ്ട കുറേ പേര് ഇന്ന് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നിപ്പോൾ ബീച്ചിനടുത്ത് കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചിട്ടൊക്കെ വരാം. ബീച്ച് കണ്ടിട്ട് കാല് നനച്ചിട്ടെന്ന് പറഞ്ഞാൽ മോശമല്ലേ, ഇങ്ങോട്ട് ഇറങ്ങല്ലെന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടം വരെ വന്നിട്ട് ഇറങ്ങിയില്ലെന്ന് പറയുമ്പോൾ മോശമല്ലേ. ആണ്ട് നമ്മുടെ സാവിത്ത് റിയാസും കൂടെ സാവിത്തേ ആണ് രണ്ടുപേര് റിച്ചു ആണ് ഗൈസ്. ആ വെള്ള ഷർട്ടിട്ട് അവനാണ് എന്നെ വെച്ചുകൊണ്ട് ഇവിടം വരെ ചവിട്ടിക്കൊണ്ടത്. പാവപ്പെട്ട ചങ്കുപടിയാണ് ഗൈസ്. നമ്മൾ കടലിൻ്റെ അടുത്തെത്തി ഗൈസ്. അടിപൊളി. കടൽപ്പാലം കണ്ടോ? സാവിത്ത് ടണേ സാവിത്തേ കൊച്ചു കൊച്ചു വള്ളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ പോകണം. അപ്പോൾ നമ്മൾ കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. എൻ്റെ പാൻറ് നനഞ്ഞു, ചെറുതായിട്ട് നനഞ്ഞു, കുഴപ്പമില്ല. ഒന്നിറങ്ങി കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഞാൻ അടി നിക്കറൊന്നും ഇട്ടില്ല, അതുകൊണ്ട് പിന്നെ മടിയാണ്. നനഞ്ഞ് ഗൈസ് നമുക്കിവിടെ കടലമ്മ കള്ളിന്നൊന്ന് എഴുതി. അപ്പൊ കടല് വന്ന് മായ്ക്കുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓൾറെഡി കായ എഴുതി വെച്ചിട്ടുണ്ട്. ഓ ഏകദേശം അടുത്ത് വരെ വന്നു. നോക്കട്ടെ വന്നെപ്പം വായിക്കും. ഓ അടുത്തുവരെ വരുന്നുണ്ട്. അടുത്തുവരെ വന്നിട്ട് പോയി. അവിടെയൊക്കെ നല്ല രീതിക്ക് ഓ യാ ബോയ് വന്ന് വായിച്ച്
അടിപൊളി. ഗായ്സ് ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം അരമണിക്കൂറായി. അപ്പോൾ ഞങ്ങൾ 7 മണിക്ക് വന്നു. ഇപ്പോൾ സമയം 7:30 ഞങ്ങൾ പോയപ്പോൾ ഒരു ചായ കുടിച്ചിട്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.